ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലെ ഗ്യാലറിയൊക്കെ ഒന്ന് നോക്കൂല്ലേ, എന്നിട്ടതിൽ വേണ്ടാത്തൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയൂലേ. അങ്ങനെ ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ ഗ്യാലറി ഇങ്ങനെ നോക്കുവാണേ. അപ്പോഴാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് വൈക്കത്തഷ്ടമിക്ക് പോയപ്പോഴുള്ള കുറച്ച് വീഡിയോസ് കണ്ടത്. എന്നാൽ പിന്നെ അതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടൊരു കണ്ടൻറ് ആക്കിയല്ലോ എന്ന് കരുതി. വൈക്കത്തഷ്ടമി കഴിഞ്ഞു കേട്ടാ. ഡിസംബർ 12 കൂടിയായിരുന്നു കഴിഞ്ഞത്. ശരിക്കും പറയുകയാണെങ്കിൽ വൈക്കത്തഷ്ടമിക്ക് കൂടുന്നത് ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഇത്തവണ ഞാൻ ഒരുപാട് ദിവസം പോയി കേട്ടോ അമ്പലത്തിൽ പോയി തൊഴുകയും പുറത്ത് നടക്കുകയൊക്കെ ചെയ്ത്. അമ്പലത്തിൽ തൊഴലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലക്ഷ്യം പടിഞ്ഞാറേ നടയിൽ എത്തിപ്പെടുക. അവിടെ നിന്ന് അങ്ങ് വൈക്കം ബീച്ച് വരെ നടക്കുക, കടകളൊക്കെ കാണുക, സാധനങ്ങളൊക്കെ മേടിക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രധാന ഹോബി. നമ്മുടെ വൈക്കത്തഷ്ടമിനെ അതിഗംഭീരമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് റോഡുകളിൽ കാണുന്ന ഇത്തരം കടകളും അതുപോലെ തന്നെ വൈക്കം ബീച്ചിൽ കാണുന്ന ഈ അഷ്ടമി ഫെസ്റ്റും. അഷ്ടമി ഫെസ്റ്റിന് ചെന്ന് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും എല്ലാവരും ആ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഒരു തവണയെങ്കിലും കയറിയിരിക്കും. ഞങ്ങളും അതുപോലെ തന്നെ എൻട്രി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഇത്തവണ അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നത് ശരിക്കും ഒരു നല്ല അവതാർ വേൾഡ് തന്നെയായിരുന്നു. എന്തായിരുന്നു അകം കാണാൻ, സൂപ്പർ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രിയേഷനായിരുന്നു അതിനകത്ത്. അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഒരു റോബോട്ടിൻ്റെ അടുത്തേക്കാണ്. അത് കഴിഞ്ഞ് പിന്നീട് കാണുന്നത് ഓരോ കൊച്ചു കൊച്ചു സ്റ്റോളുകളാണ്. എല്ലാ വർഷവും അഷ്ടമി കൂടാൻ വരുമ്പോൾ ഈ കാണുന്നത് പോലെ വളയെറിയൽ ഞങ്ങൾക്കുള്ളതാണ്. അതിലും ഞങ്ങളൊരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാ വർഷവും കിട്ടുന്നതാണ്. പക്ഷേ ഇത്തവണ ഒരു സാധനവും കിട്ടിയില്ല. ഞങ്ങൾ 3 പേരും മാറി മാറി എറിഞ്ഞു നോക്കി. പിന്നെ ഞങ്ങൾ തോറ്റ ലക്ഷ്യത്തിൽ നിന്ന് അങ്ങ് പിൻവാങ്ങി ഞങ്ങൾ അടുത്ത കാഴ്ചയിലേക്ക് പോയി. അതിനുശേഷം ഞങ്ങൾ നേരെ ഓരോ റൈഡുകളുടെയും അടുത്തേക്ക് പോയി. കുട്ടികൾക്കും വലിയവർക്കുമായിട്ടുള്ള ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു അവിടെ. ഞാനും ബിനുചേട്ടനും കൂടെ നേരെ ഈ ഡ്രാഗൺ റൈഡിൽ കയറി. എന്താ പറയേണ്ടതെന്നറിയില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തരം റൈഡുകളിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അതിലുപരി ഭയങ്കര പേടിയുമാണ്. എങ്കിലും കയറാണ്ടിരിക്കുകയില്ല കേട്ടോ. ആ റൈഡിൽ നിന്ന് വന്നിട്ട് നേരെ ഞങ്ങൾ എല്ലാവരും കൂടി പോയത് മരണക്കിണർ കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് നേരിട്ട് കാണുന്നത്. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് കണ്ടിറങ്ങുന്നത് വരെ നമ്മളിങ്ങനെ ശ്വാസം പിടിച്ചിരുന്നാണ് കാണുന്നത്. ആ ചെയ്യുന്നവർ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും ഈ കാര്യത്തിൽ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ളവരായിരിക്കും. പക്ഷെ നമ്മളിത് ആദ്യമായിട്ടല്ലേ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ രീതിയിലും ഞങ്ങൾ ഈ അഷ്ടമി ഒരുപാട് എൻജോയ് ചെയ്ത്. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് മടങ്ങി. പതിവ് പോലെ ആനന്ദവാനി കയറി ഫുഡും കഴിച്ചു. ഇത്തവണ അഷ്ടമി മിസ്സായവർ നെക്സ്റ്റ് ടൈം വരാൻ മറക്കല്ലേ.